ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അബൌട്ട് റൂം മേക്ക് ഓവർ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ നോവൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക എടുത്തു വെക്കാൻ ഷെൽഫ് ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നു. ഒരു ചെറിയൊരു ഷെൽഫ് എൻ്റെ അമ്മച്ചി ചെയ്യിപ്പിച്ചെന്നു. അപ്പോൾ ആ ഭാഗത്തൊന്ന് ഒരു എന്താ പറയുക എൻ്റെ ഒരു റീഡിങ് ഏരിയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ പോലെ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മീഷോന്ന് ഇങ്ങനെ പോസ്റ്റേഴ്സ് ഓർഡർ ചെയ്യാൻ എന്തോ ഷോർട്സ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ തീം എനിക്ക് ബ്രൗണിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്, ബ്രൗൺ ആൻഡ് ഗ്രീൻ കോംബോ. അപ്പോൾ ഞാൻ ഗ്രീൻ തീമിലുള്ളത് ചൂസ് ചെയ്തു. ആൻഡ് അതിൽ കുറേ ഒരു 30 പീസസ് എന്തോ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. A5 സൈസിൽ അല്ല, A5 അല്ലേ, 6 സൈസിൽ. അപ്പോൾ അതാണ് പോസ്റ്റേഴ്സ്. എൻ്റെ അതിലെ ഡിസൈനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു 2-3 ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ചിലതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഈ ഒരു ഡേവിഡ് തന്നെയാണെന്ന് തോന്നുന്നത്, ആ ഒരു സ്കൾപ്ചർ പോലെയുള്ള അതും. പിന്നെ ഇതും കുഴപ്പമില്ല, ഈ ടുലിപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേയൊക്കെ നല്ല രസമുള്ളതുണ്ട്. അപ്പോൾ അതൊന്ന് വോളിൽ സ്റ്റിക്ക് ചെയ്യണം. അതൊക്കെയാണ് മെയിനായിട്ട് ഡെക്കോർ എന്നുള്ള രീതിയിൽ ചെയ്യണത്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വാഷി ടേപ്പല്ല, ഡബിൾ ടേപ്പ് ഒക്കെ ഞാൻ പറയണതിനൊക്കെ തകരാറുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വിചാരിച്ചത്. ഇതൊക്കെ എൻ്റെ നോവൽസാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡെക്കോറിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിൽ നിന്ന് ഇതേപോലെ READ എന്നുള്ള ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് പെൻ വെച്ചിട്ട് എഴുതി കൊടുത്തു. ആദ്യം ഒരു ബ്ലാക്ക് വെച്ചിട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രഷ് പെൻ വെച്ചിട്ട് ഫില്ല് ചെയ്തത്. അത് ഈ ഭാഗത്ത് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണലുണ്ടല്ലോ, ഒരു എന്താ പറയുക, ഈ വോൾ ഡെക്കോറിൻ്റെ കൂടെയൊക്കെ ഒരു ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഒരു പ്ലെയർ, എന്താ ഇതിന് പറയില്ല, CD അല്ലല്ലോ, വേറെ എന്തോ ഒരു സാധനം. അപ്പോൾ അതിൽ യൂസ് ചെയ്യണ ഒരു വട്ടം പോലത്തെ സാധനം, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ആൻറ്റിക് വിൻറ്റേജ് ടച്ച് തരുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം പ്രിൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അന്ന് എന്തോ ഒരു സൺഡേ ആണ് ഞാൻ ഇത് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ പിന്നെ അത് നടന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങോട്ട് വരച്ചു. അടുത്തുനിന്ന് കാണുമ്പോൾ ബോറാണെങ്കിലും വിട്ടുനിന്ന് കാണുമ്പോൾ സംഭവം രസമുണ്ട്, അതേപോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ആ റീഡ് എന്നുള്ള അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ചുകൂടെ ക്യൂട്ട് ഒരു ഡൂഡിൽ ഒക്കെ പോലെ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പക്ഷെ അതെനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അവനെ ഭയങ്കര ലൈറ്റായിട്ടാണ് അതുള്ളത്. പിന്നെ ഞാൻ ഓരോ വോൾ പോസ്റ്റേഴ്സ് ഫുള്ള് അവിടെ ഒട്ടിച്ചു കൊടുത്ത് ഇങ്ങനെ ഞാൻ ടൈം ലാപ്സിൽ ഇട്ടതാണ്. അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്, ഫുള്ള് പെട്ടെന്ന് തീർന്ന പോലെ. പക്ഷെ ഇത് ആക്ച്വലി നല്ല ടൈം കൺസ്യൂമിങ് ആണ്. എന്നിട്ടും ഗ്യാപ്പൊക്കെ ഉണ്ട്. അത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ, പിന്നെ വലിയ ബോറ് തോന്നാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് പിന്നെ വേറെ എന്തെങ്കിലും ഫില്ല് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നൊക്കെറിയില്ല, ആ റീഡ് ഞാൻ ഒന്നുകൂടെ ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഞാൻ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഔട്ട്ലൈനും കൊടുത്തു. പിന്നെ ആ ഫ്ലവറും എൻ്റെ യൂക്കുലേലൊക്കെ അതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു. ഫ്ലവറിൻ്റെ ഫ്രണ്ട് എനിക്ക് വാങ്ങി തന്നതിന്. പിന്നെ കുറച്ച് പാക്കേജ് അൺബോക്സ് ചെയ്യാനുണ്ട്, അതും ഈ ഒരു ഡെക്കോർ റിലേറ്റഡ് തന്നെ ആണ്. അപ്പോൾ ഇതും ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. ആ ഒരു താങ്ക് യു കാർഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ജേർണലൊക്കെ ചെയ്യാൻ വിചാരിച്ചാൽ അത് എടുത്ത് വെച്ചണം. അപ്പോൾ ഇത് വോൾ പോസ്റ്റേഴ്സ് തന്നെ, ബട്ട് ഫുൾ ഒരു സ്റ്റാറി നൈറ്റ്, വാൻ ഗോഗ് ആ ഒരു തീമിൽ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റാറി നൈറ്റ്. അപ്പോൾ ഇത് റൂം ഡെക്കോറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. റൂം ഡെക്കോറിൻ്റെ ഭയങ്കര ചേഞ്ചസ് ഒന്നും ഞാൻ വരുത്തുന്നില്ല. ഇങ്ങനെ വോളുമ്മലൊക്കെ പ്രത്യേകിച്ചും പിന്നെ ഡെസ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോന്ന് വീഡിയോ ആക്കിയിടാമെന്ന് വിചാരിച്ചു. ആൻഡ് നെക്സ്റ്റ് പെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയറി ലൈറ്റ് അങ്ങനെ എന്തോ അല്ലേ ഇതിന് പറയാം. അപ്പോൾ ആ ലൈറ്റാണ്. ആൻഡ് ഇതിൽ 6 പീസസ് ഉണ്ട്. അതിന് 160 സംതിങ്. ആൻഡ് ആ റേറ്റിന് വേർത്താണ്. ഞാൻ പുറത്ത് നോക്കിയപ്പോൾ ഒന്നിന് തന്നെ 60 റുപ്പീസൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ലാഭമാണ്. പിന്നെ ഇത് വൈറ്റ് ലൈറ്റ് അല്ല, ഒരു വാം യെല്ലോ, അങ്ങനെ ഒരു വാം കളറാണ്. എനിക്ക് അതിനോടാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ ഒരു വാം കളറുള്ളത്, ഇത് വാമിൽ തന്നെയാണ് വരുന്നത് തോന്നുന്നു, ഒരു യെല്ലോ ഷെയ്ഡാണത്. അപ്പോൾ ഇതിൽ പല മോഡുണ്ട്, ഇങ്ങനെ കത്തി നിൽക്കണത്. അത് ആ ലൈറ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്. വലിയ കുഴപ്പമില്ല, രസമുണ്ട് കാണാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.